നമ്മുടെ വീടിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും പൊടി പിടിച്ച് കിടക്കുന്ന ഒരു തയ്യൽ മെഷീൻ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് ഓയിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പ് ആക്കിക്കോളൂ. വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മെഷീനുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനും അറിയാവുന്ന ഒരാളായിരിക്കും അല്ലേ? മടി കാരണം നിങ്ങളത് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ. എന്നാൽ നിങ്ങളതിന് റെഡി ആയിക്കോളൂ. നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഓൾട്രേഷൻ വർക്കാണ്. സാധാരണ നമ്മുടെ ടെയിലറിങ് ഷോപ്പുകളിലൊന്നും ഇതുപോലെ ഓൾട്രേഷൻ വർക്കുകളൊന്നും ചെയ്തു കൊടുക്കാൻ അവർ മടി കാണിക്കും. കാരണം അവർക്ക് ഒന്നാമത് സമയമില്ല, വേറെ ഒരുപാട് വർക്കിൻ്റെ തിരക്കും ഒക്കെ കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് അവരിതുപോലുള്ള ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാനായിട്ട് മടി കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ചുരിദാർ റെഡിമെയ്ഡ് കടയിൽ നിന്ന് മേടിക്കുകയാണെന്ന് വെച്ചോ, അതിനൊരു സ്ലീവ് വെക്കാനായിട്ട് കാണും, അല്ലെങ്കിൽ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ കാണും. ചിലർക്ക് സ്ലിറ്റ് ഒരുപാട് ഇറങ്ങി കിടക്കുന്നത് ഇഷ്ടമുണ്ടായിരിക്കില്ല, അപ്പോൾ സ്ലിറ്റ് കയറ്റി വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വർക്കുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നൊരു 60-100 രൂപ വർക്കിൻ്റെ അനുസരിച്ച് നമുക്ക് പൈസ മേടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നൈറ്റി, നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന നൈറ്റികൾക്ക് കൂടുതലും വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഒറ്റ സ്റ്റിച്ച് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് കീറിപ്പോവും. അപ്പോൾ ആൾക്കാർ കൂടുതലും റെഡിമെയ്ഡ് നൈറ്റികൾ മേടിക്കുമ്പോൾ റീസ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ നൈറ്റിയൊക്കെ റീസ്റ്റിച്ച് ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു 50 രൂപയോ 60 രൂപയോ ഒക്കെ മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ വെറുതെ എൻ്റെ മൂലയിൽ കിടന്നു എന്ന് കരുതിയിട്ട് നമുക്കൊരു 10 പൈസ അതിൽ നിന്നും കിട്ടില്ല. നമ്മൾ അതിൽ പണിയെടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ മെഷീന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നേരെയാക്കി നിങ്ങൾ കുറച്ച് ഓയിലൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ കീറിയത് അടിക്കുക. അപ്പോൾ കുട്ടികളുടെയൊക്കെ ട്രൗസർ, ഉടുപ്പ് ഒക്കെ കീറിയതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അടിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എവിടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുക, എന്തെങ്കിലും ഇതുപോലുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുതരിക, ഞാൻ ചെയ്തു തരാമെന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇതിന് ഞാൻ നോക്കിയിട്ട് മറ്റ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിനെ പോലെയോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനെ പോലെയോ വലിയ റിസ്ക്കുള്ള ഒരു പരിപാടിയില്ല. നമുക്ക് ഒരു ദിവസം തന്നെ ഒരു വർക്കിനനുസരിച്ച് നല്ല പൈസ മേടിക്കാനായിട്ട് സാധിക്കും. ഒരു ചുരിദാർ തയ്ക്കണതിൻ്റെ പൈസ തന്നെ നമുക്ക് ഈ ഒരു 1, 2, 3 ഓൾട്രേഷൻ വർക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ചുരിദാറിൻ്റെ അത്ര നമുക്ക് റിസ്ക് ഇല്ല താനും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരോടൊക്കെ പറയുക, ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കും, എനിക്ക് കൊണ്ടു തരികയാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയും. എല്ലാ വീട്ടിലും കാണും കീറിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സസ്, ഉപയോഗിക്കാൻ കൊള്ളാവുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ എല്ലായിടത്തും കാണും. പക്ഷേ അതെവിടെ സ്റ്റിച്ച് ചെയ്യുന്നറിയാതെ ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ പേര്. അപ്പോൾ നിങ്ങൾക്കതൊരു വരുമാന മാർഗ്ഗമാവുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ അന്നേരം നിങ്ങളെന്ത് ചെയ്യുക? ഇതൊരു വരുമാന മാർഗ്ഗമാക്കാനായിട്ടുള്ള പ്രയത്നങ്ങൾ തുടങ്ങുക. പഴയ മെഷീൻ ഉണ്ടെങ്കിൽ അത് നേരെയാക്കി എടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം പോക്കറ്റ് മണി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.